പണ്ടത്തെ നമ്മുടെ കാരണവന്മാരൊക്കെ പറയും അത് പൂച്ചയുടെ ജന്മമാണോ, അവൻ എവിടെ കൊണ്ടിട്ടാലും 4 കളി വീണോ എന്ന് പറയും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, പൂച്ചനെ എവിടെ കൊണ്ടിട്ടാലും പൂച്ച 4 കാലയിൽ വീഴത്തുള്ളൂ അല്ലേ. പക്ഷേ ഇതിൻ്റെ സംഭവം എന്താ, ഇതിന് പൂച്ചനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അതിൻ്റെ യുണീക്ക് സ്കെലറ്റൽ സ്ട്രക്ചറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മസിൽസാണ്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റിംഗ് റിഫ്ലക്സ് ആണ്. ഈ റൈറ്റിംഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റിംഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു സെൽഫ് ബാലൻസിങ് മെക്കാനിസമാണ്. ഇത് പൂച്ച എന്തിനു ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമോ? ഇത് പൂച്ചയ്ക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത്, നമ്മൾ എവിടെ നിന്നിട്ടാലും എങ്ങനെ ഇട്ടാലും തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് 4 കാലയിൽ സേഫായിട്ട് വന്ന് ബാലൻസ്ഡ് ആയിട്ട്, അതായത് സേഫായിട്ട് 4 കാലയിൽ വന്ന് വീഴാനായിട്ട് ഈ ഒരു റൈറ്റിംഗ് റിഫ്ലക്സ് അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് പൂച്ചയ്ക്ക് എങ്ങനെ ഇട്ടാലും എവിടെ നിന്നിട്ടാലും സേഫായിട്ട് വന്ന് 4 കാലം ലാൻഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ.